തിരുവാഭരണ പേടകങ്ങളിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം, ചന്ദനത്തിൽ നിർമ്മിച്ച 3 പേടകങ്ങളാണ്. അതിൽ ശബരിമല സന്നിധാനത്തേക്ക് വരുന്ന ആദ്യത്തെ പേടകത്തിൽ കിരീടത്തോടു കൂടിയ തിരുമുഖമുണ്ട്. വാള്, അരപ്പട്ട്, എരിക്കിൻ പൂമാല, പൂർണ്ണ പുഷ്കല, ആന, കുതിര, വലംപിരിശങ്ക് തുടങ്ങിയവയാണ് ആദ്യത്തെ പേടകത്തിലുള്ളത്. മാളികപ്പുറത്തേക്ക് പോകുന്ന മറ്റു 2 പേടകങ്ങൾ, അതിൽ തങ്കത്തിൽ നിർമ്മിച്ച കലശക്കുടവും പൂജാപാത്രങ്ങളുമാണ്. കാരണം ഇന്ന് മകരവിളക്ക് കഴിഞ്ഞാൽ പിന്നീട് വളരെ വിശേഷാൽപ്പെട്ടാൽ ചടങ്ങുകൾ അയ്യപ്പൻ്റെ സമാധിയായ മണിമണ്ഡപത്തിലും സമീപത്ത് മാളികപ്പുറത്തും തുടങ്ങുകയാണ്. മാളികപ്പുറത്തമ്മയുടെ എഴുന്നള്ളത്തുൾപ്പെടെയുള്ള ചടങ്ങുകൾക്ക് വേണ്ടിയാണ് ഈ 2ാമത്തെ പേടകത്തിലുള്ള തങ്കത്തിൽ നിർമ്മിച്ച കലശക്കൂടവും അതോടൊപ്പം തന്നെ പൂജാപാത്രങ്ങളും ഉപയോഗിക്കുക. ചതുരാകൃതിയിലുള്ള 3ാമത്തെ പേടകം, സ്വർണ്ണ കുമളകളുള്ള കൊടികൾ, അതോടൊപ്പം തന്നെ നെറ്റിപ്പട്ടം, ജീവിത തുടങ്ങിയവ അടങ്ങുന്നതാണ് ചതുരാകൃതിയിലുള്ള 3ാമത്തെ പേടകം. അങ്ങനെ ആ 3 പേടകങ്ങൾ വഹിച്ചുകൊണ്ട് തിരുവാഭരണ ഘോഷയാത്ര അല്പസമയത്തിനകം തന്നെ ശരംകുത്തിയിലേക്ക് എത്തിച്ചേരും. അവിടെ വലിയ സ്വീകരണം അയ്യപ്പ സേവാ സംഘവും ദേവസ്വം ബോർഡും നൽകുകയാണ്. പിന്നീട് വളരെ പെട്ടെന്ന് തന്നെ വലിയ നടപ്പന്തൽ കടന്ന് തിരുവാഭരണ പേടകങ്ങൾ ശബരിമല സന്നിധാനത്തേക്ക് എത്തുന്ന കാഴ്ച ഭക്തർക്ക് കാണാൻ സാധിക്കും. ശ്രീ പൃഥ്വിപാൽ, തിരുവാഭരണ പേടകങ്ങൾക്കകത്ത് എന്തൊക്കെയാണുള്ളത് എന്നതിനെപ്പറ്റി നമ്മളിവിടെ വിവരിച്ചു. ഇതിൻ്റെ സുരക്ഷ എത്രത്തോളം വലുതാണ്? ഏത് രീതിയിലുള്ള സുരക്ഷയാണ് തിരുവാഭരണങ്ങൾക്ക് നൽകുന്നത്, പ്രത്യേകിച്ച് ഈ യാത്രയ്ക്ക്? 3 പേടകങ്ങളിലായാണ് തിരുവാഭരണങ്ങൾ ശബരിമലയിലേക്ക് എഴുന്നള്ളിക്കുന്നത്. 1ാമത്തെ പേടകത്തിൽ അങ്ങ് പറഞ്ഞതിൽ നിന്നും ചെറിയ വ്യത്യാസത്തിൽ അത് തിരുത്തിയാൽ, 1ാമത്തെ പേടകത്തിലെ തിരുമുഖം, അത് കിരീടത്തോടു കൂടിയ തിരുമുഖം, അതിന് ഇന്ദ്രനീല കല്ലുകൊണ്ടുള്ള കണ്ണുകൾ, തിളങ്ങുന്ന കണ്ണുകളുള്ള ആ വലിയ തിരുമുഖമാണ് ഉള്ളത്. അതിനോടൊപ്പം അതിൻ്റെ പ്രഭാമണ്ഡലം, ആ പ്രഭാമണ്ഡലത്തിന് ഇരുവശവുമായിട്ട് വലിയ ചുരികയും ചെറിയ ചുരികയും അത് ഉണ്ടാകും. ആ ചെറിയ ചുരികയും വലിയ ചുരികയോടുമൊപ്പം 2 ആനകളുടെ ചെറിയ ആനരൂപങ്ങൾ, ഒരു കടുവയുടെ രൂപവും 2 ദേവീ രൂപങ്ങളും അടങ്ങുന്നതാണ് പ്രധാന പേടകത്തിലെ തിരുവാഭരണ പേടകത്തിലുള്ളത്. അതിൽ ഒരു സ്വർണ്ണ തളികയും അതിനോടൊപ്പം ഉണ്ടാകും, വലംപിരി ശംഖും ഉണ്ടാകും. ഇത് ഒന്നാമത്തെ പേടകത്തിൽ ഉള്ളത് ഈ ആഭരണങ്ങളാണ്. 18ാം പടി കടന്ന് ശബരിമല സന്നിധാനത്ത് ശ്രീകോവിലേക്ക് പോകുന്നതെങ്കിൽ 2ാമത്തെ കളഭ പേടകത്തിൽ അവിടെ രാജപ്രതിനിധിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന കളഭാഭിഷേകത്തിനുള്ള തങ്ക കലശമാണ് ഉള്ളത്. മൂന്നാമത്തെ പേടകത്തിൽ ധ്വജപേടകം എന്ന, അല്ലെങ്കിൽ കൊടിപ്പെട്ടി എന്ന് പറയുന്ന ആ വലിയ പേടകത്തിൽ ഈ 2 പേടകങ്ങൾ മണിമണ്ഡപത്തിന് അടുത്ത് ഉള്ള രാജമണ്ഡപത്തിലേക്കാണ്, മണിമണ്ഡപത്തിൻ്റെ പിന്നിലായുള്ള രാജമണ്ഡപത്തിലേക്കാണ് പോകുന്നത്. ആ 3ാമത്തെ പേടകത്തിൽ 2 മലകളെ പ്രതിനിധീകരിക്കുന്ന, മലദൈവങ്ങളെ പ്രതിനിധീകരിക്കുന്ന തലപ്പാറ കോട്ടയുടെയും ഉടുമ്പാറ മലയുടെയും പ്രതിനിധീകരിക്കുന്ന 2 കൊടികളാണുള്ളത്. പിന്നീട് ഉള്ളത് അതിൻ്റെ ആ കൊടികൾക്ക് മുകളിലുള്ള ആ കുടയും ആനച്ചമയം. കുറച്ചു കാലം മുമ്പ് വരെ ആനപ്പുറത്തായിരുന്നു എഴുന്നള്ളത്തെങ്കിൽ ആ ആനപ്പുറത്തെ ഏറ്റുന്ന ഭഗവാന്റെ കൊമ്പൻ മീശ വെച്ച ആ രാജാതിരാജനായ ആ ഭഗവാന്റെ രൂപം പതിച്ച തിടമ്പുമാണ് ആ 3ാമത്തെ പേടകത്തിലുള്ളത്. അത് മണിമണ്ഡപത്തിൽ പൂജയ്ക്ക് ശേഷം ഇന്നും തുടങ്ങി 5 ദിവസത്തെ എഴുന്നള്ളത്ത് ഉണ്ട്. ആ എഴുന്നള്ളത്ത് കടന്നു വരുന്നത് ഭഗവാന്റെ തിരുമുമ്പിലേക്ക് മണിമണ്ഡപത്തിലെ കളമെഴുതി പാട്ടുപാടി ആ ഭഗവാനെ, ആ ജ്യോതിസ്വരൂപനായ ഭഗവാന്റെ സമാധിയിൽ നിന്നുണർത്തുന്ന ചടങ്ങാണ് ഇന്ന് നടക്കുന്നത്. ആ ഉണർത്തി ഭഗവാന്റെ ആ തിടമ്പിലേക്ക് ആവാഹിച്ച, തിടമ്പിൽ നിന്ന് അതിശാസ്താവിനെ വലം വയ്ക്കുന്ന നിലപാട് തറയിലെത്തി ഭഗവാന്റെ തിരുമുമ്പിൽ നായാട്ടുവിളി നടത്തി ഭഗവാന്റെ സന്നിധാനം പ്രദക്ഷിണം ചെയ്ത് മണിമണ്ഡപത്തിൽ സമാപിക്കുന്ന ചടങ്ങ് അത് നടക്കും. ഇതിൻ്റെ സുരക്ഷയെപ്പറ്റി പറഞ്ഞാൽ, പന്തളത്ത് നിന്നും ഈ തിരുവാഭരണ ഘോഷയാത്ര ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവി ആർ ആനന്ദിൻ്റെ നേതൃത്വത്തിലുള്ള വലിയ ഒരു സംഘം തന്നെ ഈ സുരക്ഷയെപ്പറ്റി വിലയിരുത്തൽ നടത്തി. ഈ തിരുവാഭരണ ഘോഷയാത്രയുടെ സുരക്ഷാ ചുമതലയുള്ളത് DYSP ജി സന്തോഷ് കുമാറിനാണ്. അതോടൊപ്പം ഇൻചാർജായിട്ട് സനൽകുമാർ അടക്കം ഒരു
സർക്കിൾ ഇൻസ്പെക്ടർ അടക്കം 8 സബ് ഇൻസ്പെക്ടർമാരും 45 സായുധ പോലീസുകാരും അടങ്ങുന്ന ഒരു വലിയ സംഘമാണ് ഈ അതീവ സുരക്ഷാ സംവിധാനത്തോടുകൂടി തിരുവാഭരണ ഘോഷയാത്രയോടൊപ്പം ഉള്ളത്. അതാത് പോലീസ് സ്റ്റേഷൻ പരിധികൾക്കൂടെ 100 പോലീസുകാരടങ്ങുന്ന സംഘം അതാത് സ്റ്റേഷൻ പരിധിയിലെ സുരക്ഷ ഉറപ്പാക്കുന്നുണ്ട്. മാത്രമല്ല ശബരിമലയിലെ നിലയ്ക്കൽ കേന്ദ്രമാക്കിയുള്ള ശബരിമല സ്പെഷ്യൽ സോണിൽ എത്തിച്ചേരുമ്പോൾ സായുധ പോലീസിൻ്റെ പ്രത്യേക സംവിധാനത്തിൻ്റെ സുരക്ഷ ഒരുക്കും. അതോടൊപ്പം ജില്ലാ കളക്ടറുടെ ദുരന്ത നിവാരണ വിഭാഗത്തിൻ്റെ ഒരു പ്രതിനിധികളും ഇതിനോടൊപ്പം അനുഗമിക്കുന്നുണ്ട്. ഫയർഫോഴ്സിൻ്റെ ഫയർ സർവീസ് അക്കാഡമിയുടെ ഡയറക്ടർ ശ്രീ MG രാജേഷ് അടങ്ങുന്ന 16-അംഗ സംഘം, അതിൻ്റെ സ്റ്റേഷൻ ഇൻചാർജ് വിനോദ് കുമാർ അടങ്ങുന്ന 16-അംഗ സംഘം ഈ ഫയർ സർവീസുമായിട്ട് ബന്ധപ്പെട്ട് ഇതിൻ്റെ സുരക്ഷയൊരുക്കാനായിട്ട് ഇതിനോടൊപ്പമുണ്ട്. ബോംബ് സ്ക്വാഡ് അടങ്ങുന്ന വലിയ അതീവ സുരക്ഷ തീർത്താണ് ഈ തിരുവാഭരണ ഘോഷയാത്രയ്ക്ക് അകമ്പടി സേവിക്കുന്നത്. അത്രത്തോളം വളരെ വിപുലമായ രീതിയിലുള്ള ഒരുക്കങ്ങളും അതോടൊപ്പം തന്നെ ചിട്ടവട്ടത്തോടെയുള്ള വ്രതവും ഒക്കെ എടുത്താണ് തിരുവാഭരണ ഘോഷയാത്രയെ അനുഗമിക്കുന്നവരും അത് പാലിച്ചുകൊണ്ടാണ് യാത്രയുടെ ഭാഗമാകുന്നത് എന്ന വസ്തുതയാണ് പൃഥ്വിപാൽ ഇവിടെ വിവരിച്ചത്. ശബരിമല ക്ഷേത്രത്തിൽ നിന്നുള്ള ദൃശ്യങ്ങൾ കാണാം. ഒപ്പം തിരുമുറ്റത്ത് അന്തരീക്ഷം മാറുകയാണ്. അവിടെ മുഴുവൻ ഭക്തരെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. വലിയ തിരുമുറ്റം എല്ലാ വർഷവും പ്രമുഖ വ്യക്തിത്വങ്ങൾ, പ്രത്യേകിച്ച് സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലെ പ്രമുഖർ, അതുപോലെ തന്നെ കലാസാംസ്കാരിക രംഗത്ത് നിന്നുള്ളവർ, ദേവസ്വം ബോർഡിൻ്റെ മുതിർന്ന ഉദ്യോഗസ്ഥർ തുടങ്ങിയവരാണ് ഈ വലിയ തിരുമുറ്റത്ത് നിന്നുകൊണ്ട് മകരവിളക്ക് കാണുന്നത്. ഒപ്പം താഴെ തിരുമുറ്റത്ത് 18-ാം പടിക്ക് സമീപത്ത് ആഴിയോട് ചേർന്നുള്ള മുറ്റത്ത് സാധാരണ ഭക്തജനങ്ങൾക്ക് നിൽക്കാൻ കഴിയുന്നുണ്ട്. ഇപ്പോൾ പ്രേക്ഷകർ കാണുന്ന ദൃശ്യം സോപാനത്തിന് സമീപമുള്ള കൊടിമരത്തിന് സമീപത്ത് നിന്നുള്ള ദൃശ്യങ്ങളാണ്. അവിടെ ഭക്തരെ കൊണ്ട് നിറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അല്പസമയത്തിനകം തന്നെ സോപാനത്ത് നിന്നും അയ്യപ്പ സേവാ സംഘത്തിൻ്റെ വോളണ്ടിയർമാർ ശബരി പീഠത്തിലേക്ക് യാത്രയാകും. ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് തിരുവാഭരണ ഘോഷയാത്ര ശബരി പീഠത്തിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു എന്നതാണ്. അങ്ങനെയെങ്കിൽ അല്പസമയത്തിനകം തന്നെ ശരംകുത്തിയിലേക്ക് ഈ ഘോഷയാത്ര എത്തും. ശരംകുത്തിയിലാണ് അയ്യപ്പ സേവാ സംഘത്തിൻ്റെ വോളണ്ടിയർമാരും ദേവസ്വം ബോർഡും നൽകുന്ന സ്വീകരണം. അതിനുശേഷം പിന്നീട് വളരെ വേഗത്തിൽ തന്നെ തീവട്ടിയുടെയും അതോടൊപ്പം തന്നെ വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടുകൂടി തിരുവാഭരണ പേടകങ്ങൾ, 3 പേടകങ്ങൾ മരക്കൂട്ടത്തിലൂടെ വലിയ നടപ്പന്തൽ കടന്ന് പിന്നീട് ചെറിയ തിരുമുറ്റത്തെത്തി അതിൽ മുന്നിൽ വരുന്ന പേടകം ശബരിമല ക്ഷേത്രത്തിനകത്തേക്ക്, അതായത് 18 പടികൾ കടന്ന് കൊടിമരത്തിന് പ്രദക്ഷിണം വെച്ച് സോപാനത്തിലൂടെ ക്ഷേത്രത്തിനകത്തേക്ക്, പ്രധാന ശ്രീകോവിലിനകത്തേക്ക് പോകും. തന്ത്രിയും മേൽശാന്തിയും ചേർന്ന് ഈ തിരുവാഭരണ പേടകത്തെ സ്വീകരിക്കും. ഒപ്പം മറ്റ് 2 പേടകങ്ങൾ വലത്തെ ഭാഗത്തേക്ക് തിരിഞ്ഞ് 18-ാം പടി കയറാതെ മാളികപ്പുറത്തേക്കാണ് പോകുന്നത്. ഇന്ന് വൈകുന്നേരം മുതൽ ആരംഭിക്കുന്ന പ്രധാനപ്പെട്ട ചടങ്ങുകൾക്കുള്ള പേടകങ്ങളാണ് അവ രണ്ടും. എന്തായാലും ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു എത്രത്തോളം ഭക്തി സാന്ദ്രമാണ് അയ്യപ്പ സന്നിധാനം എന്നുള്ളത്. അവിടെ വാജിവാഹനനായ അയ്യപ്പൻ്റെ ധ്വജസ്തംഭത്തിൻ്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. 2017 ജൂൺ മാസം 25-ാം തീയതി പ്രതിഷ്ഠിച്ച പുതിയ കൊടിമരത്തിൻ്റെ ദൃശ്യമാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ കാണുന്നത്. മുൻപുണ്ടായിരുന്ന കൊടിമരം ഏതാണ്ട് അരനൂറ്റാണ്ട് പഴക്കമുള്ള കൊടിമരമായിരുന്നു മുൻപുണ്ടായിരുന്നത്. എന്നാൽ ദേവപ്രശ്നത്തിൽ ആ കൊടിമരത്തിന് ചില കേടുപാടുകൾ സംഭവിക്കുന്നു എന്നത് സംബന്ധിച്ചുള്ള ചില സൂചനകൾ ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ 2017-ലാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്ന ഈ പുതിയ സ്വർണത്തിൽ തീർത്ത കൊടിമരത്തിൻ്റെ പ്രതിഷ്ഠ തന്ത്രിയുടെ നേതൃത്വത്തിൽ നടക്കുന്നത്. 500 വർഷം ഈ കൊടിമരം നിലനിൽക്കും എന്നാണ് പ്രതിഷ്ഠ നടക്കുന്ന ഘട്ടത്തിൽ അധികാരികൾ വ്യക്തമാക്കിയത്. കൊടിമരം എന്ന് പറയുമ്പോൾ തന്ത്രം അടിസ്ഥാനമാക്കി പൂജ നടക്കുന്ന ദക്ഷിണ ഭാരതത്തിലെ ക്ഷേത്രങ്ങളിലാണ് നമ്മൾ കൊടിമരം കണ്ടുവരുന്നത്. ഉത്തര ഭാരതത്തിലെ ക്ഷേത്രങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവിടെ കൊടിമരം കാണുകയില്ല. അവിടുത്തെ ക്ഷേത്രങ്ങളിൽ നമ്മുടെ നാട്ടിൽ കാണുന്നത് പോലെയുള്ള പ്രതിഷ്ഠാ മഹോത്സവങ്ങൾ നടക്കുന്നില്ല. എന്നാൽ ദക്ഷിണ ഭാരതത്തിൽ, പ്രത്യേകിച്ച് കേരളത്തിലെ ക്ഷേത്രങ്ങളിലാണ് കൊടിമരവും പ്രതിഷ്ഠാ മഹോത്സവങ്ങളും വളരെ വിശേഷപ്പെട്ട രീതിയിൽ വിശേഷാൽ പൂജകളായി നടക്കുന്നത്. അതിനാൽ ശബരിമലയിലും കൊടികേറി 10 ദിവസത്തെ ഉത്സവമുണ്ട്. അതിനെയും വരാൻ പോകുന്നു. അയ്യപ്പ ഭക്തരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യത്തോടെയാണ് ശബരിമലയിലെ കൊടികേറ്റ് ആറാട്ട് മഹോത്സവത്തെയും നോക്കിക്കാണുന്നത്. ഇപ്പോൾ ശ്രീകോവിലിനകത്ത് നിന്നുള്ള ദൃശ്യങ്ങൾ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് കാണാം. തന്ത്രി അവിടെയുണ്ട്. അല്പസമയത്തിനകം ഇവിടേക്ക് എത്താൻ പോകുന്ന
തിരുവാഭരണ പേടകത്തെ സ്വീകരിക്കുന്നത് മേൽശാന്തിയും തന്ത്രിയും ചേർന്നുകൊണ്ടാണ്. ശ്രീ പൃഥ്വിപാൽ, ഇന്നിപ്പോൾ മകരവിളക്ക് തെളിയുന്നതോടുകൂടി വളരെ പ്രധാനപ്പെട്ട മറ്റ് ചടങ്ങുകൾക്ക് കൂടി തുടക്കം കുറിക്കുകയാണ്. താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മണിമണ്ഡപത്തിൽ നിന്നുള്ള എഴുന്നള്ളത്തുണ്ട്. അത് തുടർച്ചയായി ഞാൻ പൃഥ്വിപാലിലേക്ക് മടങ്ങി വരാം. മനോജ് മരക്കൂട്ടത്ത് നിന്നും ചേരുകയാണ്. മനോജ്, ഏറ്റവും ഒടുവിൽ ലഭ്യമാകുന്ന വിവരം തിരുവാഭരണ ഘോഷയാത്ര ശബരി പീഠത്തിൽ ഇപ്പോൾ ശബരിമല ശ്രീകോവിലിൽ നിന്നുള്ള ദൃശ്യങ്ങൾ കാണാം. തന്ത്രി ഇപ്പോൾ മാലയും പ്രസാദവും ദേവസ്വം ബോർഡിൻ്റെ മുതിർന്ന ഉദ്യോഗസ്ഥർക്കും ഒപ്പം അയ്യപ്പ സേവാ സംഘത്തിൻ്റെ വോളണ്ടിയർമാർക്കും നൽകുകയാണ്. ശ്രീകോവിലിനകത്ത് പൂജിച്ച മാലയും പ്രസാദവും ഇപ്പോൾ ഈ ഉദ്യോഗസ്ഥർക്കും അയ്യപ്പ സേവാ സംഘത്തിൻ്റെ വോളണ്ടിയർമാർക്കും നൽകും. അതിനുശേഷമാണ് ഇവർ ഘോഷയാത്രയായി ശരംകുത്തിയിലേക്ക് വരിവരിയായി പോകുന്നത്. അവിടെ ശരംകുത്തിയിൽ സ്വീകരണം തിരുവാഭരണ പേടകങ്ങൾക്ക് നൽകും. അതിനുശേഷമാണ് പിന്നീട് വളരെ വിപുലമായ ആഘോഷത്തോടുകൂടി തിരുവാഭരണ പേടകങ്ങൾ വലിയ നടപ്പന്തൽ കടന്ന് ശബരിമല തിരുമുറ്റത്തേക്ക് എത്തുന്നത്. ഇപ്പോൾ തന്ത്രിയുടെ നേതൃത്വത്തിൽ അകത്ത് നടന്ന വിശേഷാൽ പൂജകൾക്ക് ശേഷം പ്രസാദവും മാലയും ഈ തിരുവാഭരണത്തെ സ്വീകരിക്കാൻ പോകുന്ന ദേവസ്വം ബോർഡിൻ്റെ മുതിർന്ന ഉദ്യോഗസ്ഥർക്കും അതോടൊപ്പം തന്നെ അയ്യപ്പ സേവാ സംഘത്തിൻ്റെ വോളണ്ടിയർമാർക്കും നൽകുന്നതിൻ്റെ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കാണാം. പൃഥ്വിപാൽ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു വന്നത് ശബരിമലയിൽ ഇന്ന് വൈകുന്നേരം നടക്കാൻ പോകുന്ന ചടങ്ങുകൾ, ഇന്ന് മുതൽ ആരംഭിക്കുന്ന ചടങ്ങുകളിലേക്കാണ്. മണിമണ്ഡപത്തിൽ നിന്നുള്ള എഴുന്നള്ളത്തുണ്ട്. കുരുതിയോടുകൂടിയാണ് ഈ മണ്ഡല മകരവിളക്ക് മഹോത്സവത്തിന് പരിസമാപ്തി കുറിക്കുന്നത്. അപ്പോൾ ആ ചടങ്ങുകളുടെ വിശേഷങ്ങൾ കൂടി ഭക്തർക്ക് വേണ്ടി ഒന്ന് വിവരിക്കും. ഇന്നു മുതൽ വിളക്കുത്സവം എന്നാണ് ശബരിമല ഈ മകരവിളക്കിനെ പണ്ടുകാലത്തെ വിശേഷിപ്പിച്ചിരുന്നത്. എത്ര വിളക്കു കണ്ടു എന്ന് കൊട്ടാരത്തിലുള്ള ആളുകൾ ചോദിക്കാറുണ്ട്. മാത്രവുമല്ല, ഇതിൻ്റെ ചടങ്ങുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ് ഒന്ന് കളഭവും ഗുരുതിയുമാണ്. ആ കൊട്ടാരത്തിൻ്റെ രാജപ്രതിനിധി നേരിട്ടെത്തി നടത്തുന്ന കളഭാഭിഷേകം, അതുപോലെ ഗുരുതി പൂജ, ഈ രണ്ട് പ്രധാന ചടങ്ങുകൾ കൂടാതെ ഇന്ന് മുതൽ ആരംഭിക്കുന്ന എഴുന്നള്ളത്ത്, നേരത്തെ പറഞ്ഞു വലിയ ധ്വജപേടകത്തിൽ 2 കൊടികളും കുടയും ആനച്ചമയവും തിടമ്പുമാണ് ഉള്ളത്. അത് മണിമണ്ഡപത്തിന് പിന്നിലായുള്ള രാജമണ്ഡപത്തിലേക്കാണ് അത് പോകുന്നത്. രാജമണ്ഡപത്തിൽ നിന്ന് അത് മണിമണ്ഡപത്തിലേക്ക് എടുക്കും. ആ മണിമണ്ഡപത്തിൽ കുന്നക്കാട്ട് കുടുംബത്തിലെ പാരമ്പര്യ അവകാശികളായ, ഇപ്പോൾ അതിൻ്റെ അവകാശിയായിട്ടുള്ള രതീഷ് അയ്യപ്പക്കുറുപ്പിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം, അവർ ആ പരമ്പരാഗതമായിട്ട് ഇന്ന് രാവിലെ തന്നെ എത്തി മണിമണ്ഡപത്തിൽ വിളക്കു തെളിയിച്ച് മണിമണ്ഡപത്തിലെ ഭഗവാനെ യോഗനിദ്രയിൽ നിന്ന് ഉണർത്തുന്ന ചടങ്ങായിരുന്നു. ഇന്ന് വൈകുന്നേരം ദീപാരാധനയ്ക്ക് ശേഷം നടക്കുന്ന ചടങ്ങ്. അവിടെ